നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഗോപികയോട് ഗോപികെ നന്നായിട്ട് പ്രാർത്ഥിച്ചോ മോളെ? പ്രാർത്ഥിച്ചു. ഹരികൃഷ്ണൻ വരുന്നില്ലേ മോളെ? നീ പറഞ്ഞത് ഇത്രയായിട്ടും കാണുന്നില്ലല്ലോ. ചേട്ടൻ ഫോൺ ചെയ്തിരുന്നു വെച്ചാ. ചേട്ടനും ശേഖരനങ്ങളും കൂടെ വന്നോണ്ടിരിക്കുക. എന്തെങ്കിലും ട്രാഫിക് ബ്ലോക്കിൽ പെട്ടതായിരിക്കും. അങ്ങനെയായിരിക്കും. ഇതൊക്കെ നേരത്തെ ആലോചിച്ച് പുറപ്പെടണ്ടേ? അവരൊക്കെ വരുന്നെങ്കിൽ വരട്ടെ, നമുക്ക് പൂജ നടത്താം. അതൊന്നും ശരിയാവില്ല. നിങ്ങൾ ഇവിടെ നിക്ക്, ഞാൻ പുറത്തു പോയി നോക്കാം. അവര് വരുമ്പോ കൂട്ടിക്കൊണ്ടുവരാം. അവളുടെ ഒരു കാര്യം. അമ്മയുടെ മുഖത്തെന്താ കടന്നല് കുത്തിയോ? ആകെ വീർത്തിരിക്കുന്നു. കുത്തിയെങ്കിലേ കൊമ്പ് പൊട്ടിയ കടന്നലിപ്പോ വേദന സഹിച്ച് വറ നടക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കേ. അച്ഛൻ പോയിട്ടോ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. അതെങ്ങനെ ശരിയാവും? നീയും കൂടെ വരണ്ടേ? ഇതെന്താ അച്ഛനൊന്നും അറിയാത്ത പോലെ ചോദിക്കുന്നത്? ആ ഇൻവിറ്റേഷൻ കാർഡിന്റെ കാര്യത്തില് ആതിരയുടെ അച്ഛനോട് ഞാനൊക്കെ ദേഷ്യത്തിലാണെന്ന് അച്ഛൻ അറിയാലോ. ഞാനിപ്പോ ഒന്ന് അങ്ങനെ കണ്ടാലേ എന്റെ കൺട്രോള് പോവും. അതുകൊണ്ട് വരാതിരിക്കുന്ന നല്ലത്. ഞാനിവിടെ നോളാം. നീ വരാതിരുന്ന അതിനേക്കാൾ പ്രശ്നമാവും മോനെ. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരുന്നില്ല. അച്ഛൻ ചെല്ല്. മോനെ. പിന്നെയും മോനെ മോനെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന എന്തിനാ? അച്ഛനങ്ങോട്ട് ചെല്ലച്ചാ. അതല്ല മോനെ. അതല്ലെങ്കിൽ വേണ്ട. ഇതെന്താണാവോ ചേട്ടൻ ഇത്രയും ദേഷ്യം? അച്ഛൻ എന്തിനാച്ചാ പിന്നെ ഇവിടെ നിൽക്കുന്നത്? പോവാച്ചാ. ക്ഷമയോ? അതാര്? ആതിര വരുന്നെന്ന്. അയ്യോ, ഈ അച്ഛനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഒന്ന് വാച്ചാ. എത്ര നേരം ഇവിടെ നിൽക്കുന്നു? ഇവിടെ നിന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞാൽ നേരം പോവില്ലേ? എന്തൊരു കഷ്ടാ. അവരൊക്കെ അവിടെ കാത്തിരിക്കല്ലേ. വേഗം അകത്തേക്ക് പോവാം നമുക്ക്. എന്താ ചേട്ടാ പ്രശ്നം? ഓ, ഈ അച്ഛന്റെ ഒരു കാര്യം. അച്ഛൻ ഇങ്ങനെ നിന്ന് വർത്തമാനം പറഞ്ഞ സമയം പോയത് അറിഞ്ഞില്ല. എത്ര നേരം കൊണ്ട് ഞാൻ പറയുന്നു പോവാന്ന്. പറയാ ചാതിരയോട് വർത്തമാനം പറഞ്ഞ് നേരം വൈകിച്ചത് അച്ഛനാണെന്ന് ഒരു സോറിയും പറയണം. അതെ മോളെ, എനിക്കിങ്ങനെ അമ്പലത്തിന്റെ മുമ്പ് കൊണ്ട് നിർത്തി വർത്തമാനം പറഞ്ഞ് വൈകിന്നൊരു സ്വഭാവമുണ്ട്. സോറി പറയാനൊന്നുമില്ല. അത്രയ്ക്ക് ലേറ്റ് ഒന്നും ആയിട്ടില്ല. ശരി, എന്നാ നമുക്ക് അകത്തേക്ക് പോവാം. അവന്റെ ശേഖര, ആതിര ഫോൺ ചെയ്ത് പറഞ്ഞപ്പോ നിങ്ങൾ വരാന്ന് പറഞ്ഞല്ലോ, സന്തോഷായി. ശിവൻ നടത്തുന്നൊരു പൂജയ്ക്ക് ഞങ്ങൾ വരാണ്ടിരിക്കുവോ? അല്ലേ മോനെ? അതെ അതെ, വളരെ മുമ്പേ തന്നെ ഉള്ള ഒരു നേർച്ച. ആതിരയുടെ കല്യാണം ഉറപ്പിച്ച ഗണപതിക്ക് ഒരു വഴിപാട് നടത്താമെന്ന്. ഇന്ന് വിനായക ചതുർത്ഥിയാണല്ലോ, അപ്പൊ ഇന്ന് തന്നെ ആവട്ടെ എന്ന് കരുതി. നന്നായി. വരുന്നു വേറൊരു പണച്ചെലവ്. എന്ത് വഴിപാടാ ശിവ? ആതിരയുടെ കല്യാണ കാര്യത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഇവളുടെ അമ്മ നേരത്തെ എഴുതി വെച്ചതാ. അതിന്റെ ഭാഗമായി വഴിപാട്. വേറെ എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നെന്ന് ആർക്കറിയാം? എല്ലാം ഒന്ന് പുറത്തു വരട്ടെ. എന്റെ പത്മാവതി ആഗ്രഹിച്ച് എഴുതി വെച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒരു മടിയും കൂടാതെ സമ്മതിച്ചല്ലോ. അതും ഈ വിനായകന്റെ അനുഗ്രഹം. ആ ക്ഷണക്കത്തിന്റെ കാര്യത്തിൽ പോലും എത്ര സന്തോഷമായിട്ടാ ശേഖര നിന്റെ മകൻ സമ്മതിച്ചത്. നീ വിലക്കിയിട്ട് പോലും ഞാൻ തിരഞ്ഞെടുത്ത കാർഡ് തന്നെ വേണമെന്ന് ഈ ഹരിമോൻ നിർബന്ധം പിടിച്ചു. എന്റെ ആതിരയെ നിങ്ങളൊക്കെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്ക് ഉറപ്പായി. ഇത്രയും സ്നേഹമുള്ള ഒരു ഭർത്താവിനെ എന്റെ മകൾക്ക് കിട്ടുന്നു എന്നുള്ളത് എത്ര സന്തോഷമുള്ള കാര്യമാണെന്ന് അറിയോ ശേഖര? അതിന്റെ ആനന്ദത്തിലാ ഞാൻ. ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, എന്റെ ഹരിമോന് ദീർഘായുസ് കൊടുക്കണേ എന്ന്, ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയോടെ ജീവിക്കണേ എന്ന്. സർവവിഘ്നങ്ങളും തീർക്കുന്ന വിനായകൻ അതെല്ലാം തന്നെ അനുഗ്രഹിക്കണേ.
ഭഗവാന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ കണ്ണീരൊഴുക്കല്ല അച്ഛാ. ഇത് ആനന്ദ കണ്ണീരാ മോളെ. ഈ മനുഷ്യന്റെ ഓവർ ആക്ടിങ് കണ്ടിട്ട് എന്റെ കാലിന്റെ പെരുവിരൽ മുതൽ മേലോട്ട് തരിച്ചു കയറുക. അതില് മോളെ, നീയും ഹരിമോനും കൂടിയാ ഈ വഴിപാട് നടത്തേണ്ടത്. 108 നാളികേരം ഉടയ്ക്കണം, അതാ വഴിപാട്. ഇതിനാണോ ഇങ്ങനെ ശ്രീകോവിലിന്റെ മുന്നിൽ നിന്ന് ഇത്രയും ഡ്രാമ കളിച്ചത്? എന്നേക്കാൾ വലിയ നടനാണല്ലോ ഇയാള്. അത് കഴിഞ്ഞ് ഭക്തർക്ക് നെയ്പായസ വിതരണം നടത്തണം. അതൊക്കെ ഇവിടെ അമ്പലത്തിൽ തയ്യാറാക്കി വച്ചിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും അതങ്ങ് വിതരണം ചെയ്താൽ മാത്രം മതി. അത് ശരി. അപ്പൊ നെയ് പായസത്തിന്റെ ബില്ല് വേറെ വരാനുണ്ടല്ലേ? ആ എല്ലാവരും ഓ, എത്തിയല്ലോ. എത്തി തിരുമേനി. അല്ല, ചടങ്ങിനുള്ള ഏർപ്പാടൊക്കെ എല്ലാം തയ്യാറാ. വരൂ. അതെ, രണ്ടുപേരും ഒന്നുകൂടി നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് വാ. അങ്ങോട്ട് പോ. നമുക്ക് അങ്ങോട്ട് പോയാലോ? വാ. എന്റെ ദൈവമേ, ഈ വഴിപാടിലൊന്നും എനിക്ക് ഒരു പങ്കുമില്ല വിനായക. ദയവ് ചെയ്ത് ആതിരയുടെ അച്ഛൻ എന്റെ തലയിൽ കെട്ടിവെക്കുന്ന വലിയ കല്യാണ ചെലവെന്ന മഹാദുർഘടത്തിൽ നിന്ന് എന്നെ രക്ഷിക്കും വിഘ്നേശ്വര. ഈ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി ഞാൻ പിന്നീട് പറയാട്ടോ. അയ്യോ, കേട്ടോ? വിനായക ഭഗവാൻ കേട്ടോന്നറിയില്ല, പക്ഷെ ഞാൻ കേട്ടു. വിഘ്നേശ്വര കാത്തോണേ. എല്ലാ വിഘ്നങ്ങളും നാളികേര ചീളുപോലെ ചിതറിത്തെറിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടാളും ഉടച്ചോളൂ. എന്റെ അച്ഛന് ഇന്നത്തെ പോലെ എന്നും സന്തോഷം നൽകണേ ഭഗവാനെ. ഇനിയും കൂടുതൽ ഒരു ചെലവും വരാതെ ഈ കല്യാണം നടത്തി തരണേ ഗണപതി ഭഗവാനെ. ഇതാ പായസം. അതെ, രണ്ടുപേരും കൂടെ ഈ പായസം എടുത്ത് എല്ലാവർക്കും വിതരണം ചെയ്തേ.